ഇതാണ് പ്രൊജക്റ്റിൻ്റെ എൻട്രൻസ്. സിംഗിൾ എൻട്രിയാണ്. ഒരു ബൂം ബാരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ക്യാബിനുണ്ട്. ഇത് ടോട്ടൽ 3 ഏക്കർ ലാൻഡിലാണ് പ്രൊജക്റ്റ് വന്നിരിക്കുന്നത്. ഇത് 2 സൈഡിലും, ഈ സൈഡിലെ വില്ലാസ് എല്ലാം നമുക്ക് 2417 സ്ക്വയർ ഫീറ്റിൻ്റെ ഫസ്റ്റ് വില്ല ഇതാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് 3 ഏക്കറിൽ 1 ഏക്കറിൻ്റെ ജസ്റ്റ് മുകളിൽ നമ്മൾ കോമൺ ഏരിയ അലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഷെയറും അപ്രോക്സിമേറ്റ്ലി 3 സെൻസ് 3.25 സെൻസ് നമുക്ക് ആധാരത്തിൽ അഡീഷണൽ വരുന്നുണ്ട് നമ്മുടെ ഇൻസൈഡ് വില്ലയുടെ കൂടെ തന്നെ. ഇത് നമ്മൾ മോഡൽ ചെയ്തിരിക്കുന്ന വില്ലയാണ്, വില്ല നമ്പർ 2. ഇത് അപ്രോക്സിമേറ്റ്ലി 7 സെൻസ് വരുന്നുണ്ട് ഇൻസൈഡ് തന്നെ. പിന്നെ 2-4 സെൻസ് ഫുള്ളി ഫേർണിഷ്ഡാണ്. ഇതിൻ്റെ പിക്ചേഴ്സ് ഷെയർ ചെയ്തത്. ഈ സെൻട്രൽ പോർഷനാണ് നമ്മൾ കോമൺ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ റോഡ്സ് എല്ലാം 7 മീറ്റർ വിഡ്ത്തുള്ള റോഡാണ്. നമ്മളൊരു ഗാർഡൻ ബംഗ്ലോസ് എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഗ്രീനറിയും കൂടുതൽ മെയിൻ്റനൻസിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കോമൺ ഏരിയ എല്ലാം ഞങ്ങൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മാക്സിമം കോമൺ ഏരിയ യൂസ് ചെയ്യാനായിട്ടുള്ള ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഓരോ വില്ലയുടെയും ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അതും ബിൽഡർ തന്നെയാണ് ലാൻഡ്സ്കേപ്പിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ പ്രൊവിഷൻസ് ഉണ്ട്. 30 വില്ലാസാണ് 3 ഏക്കറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ഓഫ് നൗ 27 സെയിലായിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂള്, കിഡ്സ് പൂള്, പിന്നെ ഗാർഡൻ, ലാൻഡ്സ്കേപ്പ് ഗാർഡൻസ്. ജിംനേഷ്യം, റിക്രിയേഷൻ ഹാൾ, ഇൻഡോർ ഗെയിം സോൺ. ഇത് ഈ സെൻട്രൽ പോർഷൻ്റെ അടിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അണ്ടർഗ്രൗണ്ടിലായിട്ട്. സ്വിമ്മിംഗ് പൂൾ അത്യാവശ്യം വലിയ പൂൾ തന്നെയാണ്. യൂസബിലിറ്റി നോക്കുമ്പോൾ 30 വീടിന് യൂസ് ചെയ്യാനുള്ള യൂസബിലിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ നേരെ കാണുന്ന വില്ലയാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത്, വില്ല നമ്പർ 12. അതിൻ്റെ വ്യൂ ഈ ഗാർഡൻ സൈഡിലേക്കും ഒക്കെ പറ്റുന്നത്. ഇത് കിഡ്സ് പൂൾ വരുന്നുണ്ട്. ഈ സെൻറ്റർ പോർഷൻ്റെ 2 സൈഡിലുള്ളതാണ് നമ്മൾ പ്രീമിയം വില്ലാസ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു മിനി പ്ലേ ഗ്രൗണ്ട്, സോക്കറൊക്കെ ചെയ്യാം. പ്ലസ് ഫങ്ഷൻസൊക്കെ ചെയ്യുമ്പോൾ സീറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ ഓപ്പൺ സ്റ്റേജും സെറ്റ് ചെയ്തിട്ടുണ്ട്, ആംഫി തിയേറ്റർ. ഫങ്ഷനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മ്യൂസിക് സിസ്റ്റവും സ്റ്റേജും ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഫങ്ഷൻ ചെയ്യാം. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഇവിടെ ചെയ്യുകയും ചെയ്യാം. വൈകുന്നേരമൊക്കെ കംപ്ലീറ്റ് വാം ലൈറ്റ്സ് ഒക്കെ വരുമ്പോൾ നല്ലൊരു സൂതിങ് ആയിട്ടുള്ളൊരു എൻവയൺമെൻ്റ് ആയിരിക്കും. ബാസ്കറ്റ് ബോളിൻ്റെ ഒരു പ്രാക്ടീസ് കോർട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വില്ല നമ്പർ 12 നമ്മൾ പറഞ്ഞത്, ഫേസിങ് ദ സെൻറ്റർ പോഡിയം. നമ്മൾ അഡീഷണലായിട്ട് വന്നിരിക്കുന്ന ചിൽഡ്രൻസ് പ്ലേ ഏരിയ വന്നിട്ടുണ്ട്. സ്ലൈഡും സീസോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലസ് ജനറേറ്ററുണ്ട്. നമുക്ക് ഓരോ വീടിനും 2000 വാട്ട്സിൻ്റെ ബാക്കപ്പ് ഉണ്ട്. ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇപ്പുറത്തെ സൈഡിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് ബേസിക്കലി നമ്മുടെ വില്ലയുടെ ഒരു കോമൺ ലേഔട്ട്. താങ്ക് യു.